അനിൽകുമാർ ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, താങ്കൾ ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ് മീറ്റിൽ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് താങ്കളുടെ പ്രതികരണം എന്താണ്? മഹാരഹസ്യങ്ങൾ ഒളിപ്പിക്കാൻ കഴിവുള്ള നേതാവാണ് സതീശൻ എന്നാണ് ഇപ്പോൾ ഈ വിവാദങ്ങൾക്കെല്ലാം വഴിമരുന്നിട്ട വെളിപ്പെടുത്തൽ നടത്തിയ കോൺഗ്രസ് പ്രവർത്തക കൂടിയായ സിനി ജോർജ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. താൻ പ്രതിതുല്യനായി കാണുന്ന വി ഡി സതീശനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി എന്താണ്? തനിക്ക് അശ്ലീല സന്ദേശം അയച്ച വ്യക്തിയാണ്. നിരവധിയായ പെൺകുട്ടികളെ, കോൺഗ്രസ് സംഘത്തിൽ ഉൾപ്പെടുന്ന പെൺകുട്ടികളെ തെറ്റായ നിലയ്ക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഈ സ്ഥാനങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന വ്യക്തിയാണ് എന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അത് മൂടിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ MLA ആക്കിയ ആളാണ് വി ഡി സതീശൻ. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിട്ടപ്പോ ഹൃദയവേദനയോടെ അദ്ദേഹം പ്രതികരിക്കുന്നത് കണ്ടു. അദ്ദേഹം ആരുടെ പിതാവായിരുന്നു എന്ന കാര്യം നമുക്കറിയാം. ഇവിടെ പരാതിക്കാരിയായ സിനിയുടെ പിതാവാണോ അതോ തൊട്ടപ്പുറത്ത് വേട്ടക്കാരനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിതൃസ്ഥാനത്താണോ അദ്ദേഹം നിന്നത്? ആ ചർച്ചയിൽ നിന്ന് ആരെങ്കിലും പിന്മാറും എന്ന് കരുതിയിട്ടാണോ? ശരി, ശ്രീ കെ അനിൽകുമാർ, ഇവിടെ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ വിവരങ്ങളെല്ലാം പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെയാണ് അദ്ദേഹം അത് പറയുന്നത്. അങ്ങനെ എന്തോ ഒന്നുണ്ട്. അങ്ങനെ വന്നാൽ എങ്ങനെയായിരിക്കും CPM അതുമായി അതിനെതിരെ പ്രതിരോധിക്കുക? ഇല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും അത് കൈകാര്യം ചെയ്യുക? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധമുള്ള കാര്യമാണെങ്കിൽ അല്ല, അതിനൊരു കാര്യം ആദ്യം ഒന്ന് പറയട്ടെ. ഇതുപോലെ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ ഈ സതീശൻ തന്നെ മുങ്ങിപ്പോയ എത്ര അനുഭവം ഞാൻ പറയാം. കെ കരുണാകരന്റെ മകൾ പൽപ്പനയെ BJPയിൽ എത്തിച്ചത് ലോക്നാഥ് ബെഹ്റയാണ് എന്ന് വി ഡി സതീശൻ പറയുകയുണ്ടായി. അതിന്റെ തെളിവുകൾ പുറത്തുവിടും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. തെളിവുകൾ പുറത്തു വന്നോ? അല്ല, ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് താങ്കൾക്ക് അങ്ങനെയാണോ തോന്നിയത്? വിരളക്കൊച്ചി ഉണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജ് താങ്കൾ ശ്രദ്ധിച്ചു കാണും. അപ്പം അതിനെ അങ്ങനെ നമുക്ക് വെറുതെ തള്ളിക്കളയാൻ സാധിക്കുമോ? ഭ്രാന്തായി മാറി നിലവിട്ടുപോയി. ഇത് ഏതെങ്കിലും വ്യക്തികളെ വിരൽ ചൂണ്ടി പറഞ്ഞ ഉടനെ ഒരു പ്രസ്ഥാനം അങ്ങ് ആവിയായി തീരുമോ? ഒരു സതീശന്റെയും ഒരു കോൺഗ്രസുകാരുടെയും ഒരു ഔദാര്യം CPM-ന് വേണം. അല്ല, ഞാൻ എന്ത് നിലപാട് CPM എടുക്കുമെന്നാണ് ചോദിച്ചത്. അതായത് ഇപ്പോഴും കോൺഗ്രസും UDF-ഉം ഉയർത്തിപ്പിടിക്കുന്ന അവര് രാജി ആവശ്യപ്പെട്ട പല വിഷയങ്ങളിലും CPM-ന്റെ അകത്തുണ്ട്. അതെല്ലാം ഇരിക്കെയാണ് മറ്റൊരു ആരോപണം വരുന്നതെങ്കിൽ എന്ത് നിലപാട് CPM എടുക്കും? CPM-നെ സംബന്ധിച്ച് എപ്പോഴും നിലപാട് വളരെ വ്യക്തമാണ്. പരാതി പാർട്ടിക്ക് കിട്ടിയാൽ പരാതിക്കനുസരിച്ച് ആ കാര്യം പാർട്ടി പരിശോധിച്ച് പാർട്ടിപരമായ തീരുമാനമെടുക്കും. പരാതി തരുന്ന വ്യക്തിക്ക് നിയമ സംവിധാനത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിയമ സംവിധാനത്തിൽ എല്ലാ പിന്തുണയും കൊടുക്കും. അല്ല, അത് തന്നെയല്ലേ കോൺഗ്രസും പറഞ്ഞത്? അത് കോൺഗ്രസ് പറഞ്ഞപ്പോ CPM എതിർത്തല്ലോ അതിനെ. ഒരിക്കലുമല്ല. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ശബ്ദം നിങ്ങൾ കേട്ടു. ഈ ശബ്ദം കോൺഗ്രസ് ഓൺ ചെയ്യുന്നുണ്ടോ? ആദ്യം തന്നെ വി ഡി സതീശൻ ഒരു സ്ത്രീ, പെൺകുട്ടി, അവർ ഗർഭിണിയായി. ആ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദത്തിൽ വ്യക്തമാക്കുന്നത്. അങ്ങനെ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഈ നടപടി മതിയോ? അതല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദമല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കണം. അല്ല, അതിപ്പോ നമുക്ക് മനസ്സിലായല്ലോ. കാരണം CPM-നെ പോലെ തന്നെ പോലീസും കോടതിയും ഒക്കെ കോൺഗ്രസിനും ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതിൽ മറ്റൊന്നും പ്രതീക്ഷിച്ചതുമില്ല നമ്മൾ ആരും. അങ്ങനെ ഒരു രാജിയിലേക്കോ ഇല്ലെങ്കിൽ CPM ആവശ്യപ്പെടുന്ന ഒരു നടപടിയിലേക്കോ ഒന്നും കോൺഗ്രസ് കടക്കുമെന്നുള്ള തോന്നലൊന്നും നമുക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. CPM-ലെ ഏത് ശബ്ദരേഖ നിങ്ങളുടെ ഉള്ളത്? CPM-ന് പോലീസും കോടതിയും ഉണ്ടെന്ന് പറഞ്ഞു. ഏത് ശബ്ദരേഖ നിങ്ങളുടെ ഉള്ളത്? CPM-ന് പോലീസും കോടതിയും ഉണ്ടെന്ന് ഞാനല്ല പറഞ്ഞത്, മരിച്ചുപോയ ജോസഫൈനാണ് പറഞ്ഞത്. അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ. CPM-ന്റെ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് പാർട്ടി പദവിയിലിരിക്കുന്ന വ്യക്തിക്കെതിരായി പാർട്ടിയിലെ ഒരു അംഗം പരാതിപ്പെട്ടാൽ പാർട്ടി ഭരണഘടന അനുസരിച്ചാണ് പാർട്ടി പ്രവർത്തിക്കുക. അത് നമ്മുടെ ഇവിടുത്തെ ശിക്ഷാ നിയമത്തിനോ നീതിന്യായ കോടതിക്കോ എതിരല്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് ഒരു പാർട്ടി അംഗം വേറൊരു പാർട്ടി അംഗത്തിനെതിരെ പരാതിപ്പെട്ടാൽ ഏത് പരാതിയാണെങ്കിലും അത് കൈകാര്യം ചെയ്യുന്ന രീതിയുണ്ട്. നിങ്ങൾ ഞങ്ങളെ അവഹേളിക്കേണ്ട. ഈ പരാതിയാണ് ഇത് ഡൈവേർട്ട് ചെയ്യാനുള്ള വി ഡി സതീശന്റെ ബുദ്ധിയിൽ നിന്നുണ്ടായതാണ് ഇന്നത്തെ പ്രസ് മീറ്റ് എന്നാണോ താങ്കൾ പറയുന്നത്? വി ഡി സതീശന് തന്റെ ഉണ്ടെങ്കിൽ
അദ്ദേഹത്തിന് എന്തെങ്കിലും വെളിപ്പെടുത്താറുണ്ടെങ്കിൽ വെളിപ്പെടുത്താം. അദ്ദേഹത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണല്ലോ, തല കുമ്പിട്ട് നിൽക്കുകയല്ല. സോളാറിന്റെ കാലത്തേക്ക് നമുക്ക് തിരിച്ചു പോകാം.